നമ്മൾ എങ്ങനെയാണ് ഡയറക്റ്റിങ്, മൾട്ടി ക്യാമറ എന്നുള്ള കുറച്ച് ബേസ് മനസ്സിലായി കഴിഞ്ഞു. ഇനി ആക്ടിവിറ്റീസ് ഇൻ മൾട്ടി ക്യാമറ പ്രൊഡക്ഷൻ. മൾട്ടി ക്യാമറ പ്രൊഡക്ഷനിൽ വരുന്ന എന്ത് ആക്ടിവിറ്റീസൊക്കെ ആണെന്നുള്ളത്. അതിൽ ഒന്നാമത്തതാണ് സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ എന്ന് പറയുന്നത്. നമ്മൾ സ്ക്രിപ്റ്റ് വെച്ചിട്ടാണോ മൾട്ടി ക്യാമറ ചെയ്യുന്നതെന്ന് വെച്ചാൽ പല സ്റ്റുഡിയോ പ്രോഗ്രാം എല്ലാം തന്നെ ഒരു ബേസിക് ഐഡിയ സ്ക്രിപ്റ്റ് ഉള്ളതുണ്ട്, സ്ക്രിപ്റ്റ് ഇല്ലാത്ത പകുതി സ്ക്രിപ്റ്റ് ഉള്ളതുണ്ട്. ആങ്കർ ബേസ്ഡാണ് അയാളുടെ ഐഡിയാസിന് വിട്ടുകൊടുത്തിട്ടുള്ളതുണ്ടാവും. ഭയങ്കര ടാലൻസുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റാണെങ്കിൽ ഇപ്പോൾ ഡ്രാമ അങ്ങനെയുള്ള പരിപാടികൾ റിഹേഴ്സലൊക്കെ എടുത്തതിന് ശേഷം വന്ന് ചെയ്യുന്ന പരിപാടി ഉണ്ടാവും. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഈ സ്ക്രിപ്റ്റ് വെച്ചും ആണ് എല്ലാം ചെയ്യേണ്ടത്. സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ നല്ലോണം കൺട്രോൾ കിട്ടും. അപ്പോൾ സ്ക്രിപ്റ്റ് റീഡിംഗ് സെഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. Script reading session are used when the production is based on a script. Most studio-based productions are script-based. മനസ്സിലായല്ലോ. എക്സെപ്റ്റ് വെൻ ദേ ആർ ഇൻ്റർവ്യൂ ഒഴിച്ചിട്ടുള്ള കാര്യങ്ങൾ മിക്കപ്പോഴും സ്ക്രിപ്റ്റ് ഉണ്ടാവും. ടോക്ക് ഷോസ്, ചില ടോക്ക് ഷോകളൊക്കെ ഉണ്ടാവും, അങ്ങോട്ടേക്ക് ഡിസ്കഷൻ തന്നെയാണത്. Some other are semi-scripted and depending on ad-libbing. That is when the talent says production of the show import. Be that this may, when the simple show, a meeting of the producer with the talent and the key crew, personal is a must. A script reading session help everyone on show understanding the production, its proper perspective. സ്ക്രിപ്റ്റ് റീഡിങ് വരുമ്പോൾ നമ്മളെല്ലാവരെയും വലിച്ച്, നമ്മൾ നാടകമാണേലും അങ്ങനെ തന്നെയാണ്, സിനിമയാണേലും അങ്ങനെ തന്നെയാണ്. എല്ലാവരെയും വട്ടത്തിലിരുത്തി ക്യാമറമാൻ എല്ലാവരും ഉണ്ടാവും, സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അവരെന്തൊക്കെയാണ് ഇതെല്ലാം മോശം, അവരത് കുറിച്ചെടുക്കും. അതിനനുസരിച്ച് ക്യാമറാമാൻ അതിൻ്റെ റിഹേഴ്സൽ നടക്കുമ്പോൾ എവിടെയെല്ലാം ആംഗിൾ എന്നുള്ളതൊക്കെ ഫിക്സ് ചെയ്തെടുക്കണേ. അതിൻ്റെ ഡ്രൈ റണ്ണ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. ആദ്യമേ സ്ക്രിപ്റ്റ് റൈറ്റിങ്, നിങ്ങളൊരു സ്ക്രിപ്റ്റ് എഴുതിയാലും അതിന് വേണ്ട ടെക്നീഷ്യൻസിനെ, ആർട്ടിസ്റ്റിനെ എല്ലാം ഇരുത്തി, ഇനിയിപ്പോൾ ആങ്കർ ഉണ്ടെങ്കിൽ അവരെല്ലാം കൂടി ഇരുത്തിയിട്ട് നമ്മളത് ഡയറക്റ്റ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതിയ ആളോ ഇതെല്ലാം വിശദീകരിച്ച് കൊടുക്കുമ്പോൾ ഓരോരുത്തരും അതിനെ വിഷ്വൽ ചെയ്യേണ്ട എങ്ങനെയാണെന്നതിനെക്കുറിച്ചും, അതിനകത്ത് കൊറിയോഗ്രാഫറോട്ട് എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അവരത് എങ്ങനെ പകർത്തിയെടുക്കണതിനെക്കുറിച്ചും അവരുടെ നോട്ട്സൊക്കെ തയ്യാറാക്കും സ്ക്രിപ്റ്റ് മേടിച്ചിട്ട്. സിനിമയ്ക്കാണെങ്കിലും അങ്ങനെ തന്നെ. അത് മൾട്ടിമീഡിയ പഠിക്കുമ്പോൾ സിനിമയെ ബേസ് ചെയ്ത് ചിന്തിക്കണം. മൾട്ടി ക്യാമറ പ്രൊഡക്ഷൻ വെക്കുമ്പോൾ അത് 3 ക്യാമറ എവിടെയെല്ലാം വെക്കണം, അല്ല 4 ക്യാമറ, അല്ല 10 ക്യാമറ വേണോ, അത് എവിടെയെല്ലാം വെക്കണം. ക്ലോസപ്പിന് വേണ്ടിയിട്ട് ഒരു ക്യാമറ, മീഡിയ ഷോട്ടിന് വേണ്ടി ഒരു ക്യാമറ, വൈഡ് ഷോട്ടിന് വേണ്ടി ഒരു ക്യാമറ, സ്പെഷ്യൽ ആക്ഷൻസും പ്രത്യേകത എടുക്കാനുണ്ട്, റിയാക്ഷൻസ് എടുക്കാനും ആക്ഷൻ എടുക്കാനും ഒക്കെ പല പല ക്യാമറ വെച്ചിട്ടാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാകും. ക്യാമറമാനൊക്കെ ഡിസ്കസ് ചെയ്യുക. ആർട്ട് ഡയറക്ടർ അയാളുടെ വെക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം കറക്റ്റ് ചെയ്യുക. ലൈറ്റെല്ലാം ലൈറ്റപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് അതിൽ നിന്നും പഠിക്കുന്നത്. അസിസ്റ്റൻസിനൊക്കെ ഓരോ ജോലികൾ ഏൽപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്ക്രിപ്റ്റ് റീഡിങ് എന്ന് പറയുന്ന പരിപാടിയിലൂടെയാണ് കറക്റ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ ഡ്രൈ റൺ എന്ന് പറയും. എ ഡ്രൈ റൺ ഈസ് ഓൾസോ കോൾഡ് ബ്ലോക്കിംഗ് റിഹേഴ്സൽ. ഡ്രൈ റൺ എന്ന് വെച്ചാൽ റിഹേഴ്സൽ ബ്ലോക്കിംഗ് ആണ്. ആഫ്റ്റർ ദി സ്ക്രിപ്റ്റ് റീഡിംഗ് സെഷൻ ദി ഡയറക്ടർ കോൾഡ് ഫോർ എ ഡ്രൈ റൺ ഡ്യൂ with the basic action of the talent and work out without the camera or other equipments. ഇപ്പോൾ ഡ്രൈ റൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിഹേഴ്സൽ തന്നെയാണ്. അത് സ്ക്രിപ്റ്റ് വായന കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് അതാണ്. ടാലൻസിനെ, ആർട്ടിസ്റ്റുകളെയൊക്കെ ഡയറക്ടർ അല്ലെങ്കിൽ ടെലിവിഷൻ്റെ പ്രൊഡ്യൂസർ തന്നെ ആയിരിക്കും ഡയറക്ടർ. അപ്പോൾ അയാൾ അവരതിൻ്റെ സ്റ്റൈൽ ഓഫ് നേച്ചറിനെ കുറിച്ചും അവരുടെ പേഴ്സണൽ ആക്ഷൻ്റെ അപ്പുറത്ത് അവരെങ്ങനെ അത് കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഗ്രൂമിങ് പോലെ നടത്തിയതിന് ശേഷം ചെയ്യും. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ക്യാമറ ഉണ്ടാവില്ല, അതേ സ്റ്റേജിൽ തന്നെ ആയിരിക്കും അവരത് പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ലൈറ്റും കാര്യങ്ങളും ക്യാമറയൊന്നും ഇല്ലാതെ തന്നെ അത് പ്രാക്ടീസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് സ്റ്റേജ് ഷോ ഒക്കെ തുടങ്ങുന്നതിന് നേരത്തെ തന്നെ പകലൊക്കെ വന്ന സ്റ്റേജിൽ തന്നെ അവർ റിഹേഴ്സൽ എടുക്കണത് നമ്മൾ കാണാറുണ്ട്.
ഇപ്പം നമ്മൾ നാടകമാണ് ഉണ്ടാക്കണമെങ്കിൽ നാടകത്തിൻ്റെ വീട്ടിൽ തന്നെ റിഹേഴ്സൽ എടുക്കുന്നത് സ്റ്റേജും ഫൈനൽ റിഹേഴ്സൽ എന്നൊക്കെ പറയുന്ന സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഒത്തിരി പ്രാവശ്യം ചെയ്തു നോക്കുന്നൊരു കാര്യമാണ്. പിന്നെ അത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ചെയ്തോളും. ഇനിയിപ്പം മ്യൂസിക് പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ കാണുന്ന കുട്ടികൾ ടാലൻറ്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഫ്ലാറ്റൊക്കെ കൊടുക്കുന്ന പ്രോഗ്രാമിലാണെങ്കിൽ പോലും അവരും ഇത് ശരിക്കും റിഹേഴ്സലെടുത്ത് പകരം റിഹേഴ്സലെടുത്തിട്ട് ശേഷമാണ് അവർ കുട്ടികളെ പാടാനായിട്ട് സ്റ്റേജിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് നമ്മൾ ലൈവ് അവരുടെ പ്രോബ്ലംസ് കാണുമ്പോൾ ആ പ്രോബ്ലംസ് തന്നെയാണ്. അപ്പോൾ എന്നാലും അതിന് പോലും റിഹേഴ്സൽ കുറേ പ്രാവശ്യം ചെയ്ത് അവരെ പരിശീലിപ്പിച്ചിട്ടാണ് സ്റ്റേജിൽ റിയൽ ഷൂട്ടിങ്ങിന് വേണ്ടി കൊണ്ടുവരുന്നത്. ഈ കാര്യമാണ് ഡ്രൈ റൺ എന്ന് പറയുന്നത്. ബൈ ദി ടൈം ദി ഡ്രൈ റൺ ഇൻ ഓവർ ദി ക്രൂ ഹാസ് ഫെയർ ഐഡിയ ഓഫ് വെയർ ദി ക്യാമറ ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ റിലേഷൻ ടു ദി മൂവ്മെൻറ്റ് ഓഫ് ദി ടാലൻറ്റ്. അപ്പോൾ ക്യാമറാമാന് കാര്യങ്ങളൊക്കെ എവിടെ ക്യാമറ വഴിക്ക് ഇവർ റിഹേഴ്സൽ നടത്തുമ്പോൾ അത് ഒറിജിനൽ സെറ്റിൽ തന്നെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അവർ നോട്ട് ചെയ്ത് വെക്കുകയും അവിടെ എല്ലാം ക്യാമറ ഫിക്സ് ചെയ്യുക. പക്ഷേ എന്നാൽ ഇവർ ചെയ്യുന്ന ഈ ഡ്രൈ റൺ അല്ലെങ്കിൽ റിഹേഴ്സൽ ചെയ്യുമ്പോൾ അവരൊന്നും അത് ഉണ്ടാകത്തില്ല, ക്യാമറയൊന്നും ഉണ്ടാകത്തില്ല, വർക്ക് ചെയ്യത്തില്ല. പക്ഷേ അവരതിൻ്റെ ഷോട്ട്സുകൾ എങ്ങനെ എടുക്കണമെന്നുള്ളതിനെക്കുറിച്ചുള്ള പ്ലാനിങ് എല്ലാം അപ്പോഴാണ് നടക്കുന്നത്. ആക്ച്വൽ ദി ഡ്രൈ റൺ ഹെൽപ്പ് ദി ഡയറക്ടർ ഇൻ പ്രിപ്പയറിങ് ഫോർ ദി ഷൂട്ട്. ഡയറക്ടർക്ക് ആ ഷൂട്ടിങ്ങിനുള്ള പ്രിപ്പറേഷനാണ് അത് ചെയ്തു കൊടുക്കുന്നത് ഡ്രൈ റൺ എന്ന് പറയുന്നത്. ദി ഡയറക്ടർ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടെൽ ദി ടാലൻറ്റ് ദെയർ പൊസിഷൻസ്. അപ്പോൾ അവരേക്ക് കൊടുക്കുമ്പോൾ അവരേത് പൊസിഷൻ വരണം, ഇവിടെ നിൽക്കണോ അവിടെ നിൽക്കും. ചില നമ്മൾ സിനിമയ്ക്കൊക്കെയാണ് നിലത്തോട് നടക്കുമ്പോൾ അവർ ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഒരു ലൈനൊക്കെ ഇട്ട് കൊടുക്കും, അടിയിൽ ടേപ്പൊക്കെ ഒട്ടിച്ച് വെക്കും അവിടെ വന്ന് നിൽക്കാനായിട്ട്. നമുക്ക് ക്യാമറ കാണില്ല. ചിലപ്പോൾ ഒരു നീക്ക് ഷോട്ടൊക്കെയാണ് അല്ലെങ്കിൽ ഹാഫ് ഷോട്ടാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റില്ല. ഫുൾ ഷോട്ടൊക്കെ വരുമ്പോൾ പോലും അത് രഹസ്യമായിട്ട് അവരിവിടെ ഒരു പ്ലാനൊക്കെ ചെയ്തിട്ടായിരിക്കും ആക്ടേഴ്സ് റിഹേഴ്സലൊക്കെ ചെയ്ത് വരുന്നത്. അപ്പോൾ അവിടെ വന്ന് നിന്നാലേ ക്യാമറയുടെ ലെങ്ത് കാര്യങ്ങളും മീറ്ററിങ്ങൊക്കെ നോക്കി വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലൈവ് ചെയ്യുമ്പോഴും അത് തന്നെയാണ് നേരത്തെ റിഹേഴ്സൽ അല്ലെങ്കിൽ ഡ്രൈ റൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയറക്ടർ ഗെറ്റ്സ് എ ഓപ്പർച്യൂണിറ്റി ടു ടെൽ ദി ടാലൻറ്റ് ദെയർ പൊസിഷൻസ് ഓൾദോ ദി ആക്ച്വൽ സെറ്റ് ഈസ് റിയർലി അവൈലബിൾ ആൻഡ് ദെയർ എക്വിപ്മെൻറ്റ് ഹാസ് നോട്ട് ബീൻ റിഗ്ഡ് അപ്പ്. If there are shot with special need, they are done during the camera rehearsal. അപ്പോൾ ചില ഷോട്ടുകൾ നമുക്ക് അത്യാവശ്യമാണ് നമ്മൾ ക്യാമറ റിഹേഴ്സലൊക്കെ തന്നെ ചെയ്തു വെക്കുന്ന പരിപാടിയുണ്ട്. ഇത്രയും കാര്യമാണ് അല്ലെങ്കിൽ റിഹേഴ്സൽ അല്ലെങ്കിൽ ഡ്രൈ റൺ എന്ന് പറയുന്നത്. ഇത് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അടുത്ത ചെയ്യുന്ന ഡ്രൈ റിഹേഴ്സലാണ്. അപ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലായി കാണും. ഇനി വാക്ക് ത്രോ ആൻഡ് ഓറിയൻറ്റേഷൻ സെഷൻ വെൻ ദി production crew and the talent understanding action in relation to the piece of equipments that have been put in place. For example, a talent may be required to walk towards a camera that has already been placed on the track and rolling. The talent should know there is a track throw to prevent him from stumbling. When the production is small scale, both dry run and working throw are combined into one. ചിലപ്പോൾ ട്രക്ക് ഷോട്ടൊക്കെ ഇടും. ആക്ടേഴ്സിനൊക്കെ നമ്മൾ പറഞ്ഞു വാക്ക് ത്രോ ചെയ്ത് നടന്നു വരുന്ന ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറ എങ്ങനെ വരുമെന്നൊക്കെ കുറിച്ച് നേരത്തെ തന്നെ ഒരു റിഹേഴ്സൽ എടുത്ത് വെക്കും. അത് നിർബന്ധമായിട്ടും നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി ക്യാമറ റിഹേഴ്സൽ ചെയ്യുന്ന പരിപാടിയാണ്. ഇത്രയാണ് അതിൻ്റെ ഒരു ഔട്ട്ലൈനിങ്. ഇനി ക്യാമറ റിഹേഴ്സലിന് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് പഠിക്കും.